ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24 വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001-9001-56 8000-8001-20. മാമ, നിങ്ങളല്ലേ പറഞ്ഞത് ഇങ്ങനെ കൊട്ടാരം വരെ പണിഞ്ഞിട്ടുള്ള മേശിരിയാണെന്ന്? അതുകൊണ്ടല്ലേ പണി അങ്ങേർക്ക് കൊടുത്തത്? എന്തൊരു ചെയ്തു വെച്ചെന്ന് ചോര്. മേശിരി ആരെങ്കിലും യൂറോപ്യൻ ക്ലോസറ്റ് കുഴിയെടുത്ത് അതിനകത്ത് വെച്ചിട്ട് 2 കല്ലും പിടിച്ച് വെക്കും മേശിരി? ഇത് എന്റെ ഭാഗത്താണ് തെറ്റ്. പിന്നെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. നിങ്ങൾ ഈ സാധനം മേടിക്കാൻ പോകുമ്പോ എന്നെ കൊണ്ടുപോണ്ടേ? ഇതിന് ചവിട്ടുപടി വേണ്ടേ? ചവിട്ടുപടിക്ക് പകരമല്ലേ ഞാൻ 2 ചുടുകെട്ടെടുത്ത് വെച്ചത്? അത് തെറ്റാ, അത് തെറ്റാ. ഈ ചുടുകെട്ട വെച്ചതാ വെച്ച് അത് കറക്റ്റ് ആയിട്ട് വെക്കണ്ടേ? ഒന്ന് ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും വെച്ച് ഇവിടെ ആരെങ്കിലും ഓടാൻ നിൽക്കുന്ന മേശിരി. ഇന്നത്തെ കാലഘട്ടം എന്തോന്നാണ്? ഓരോ മനുഷ്യനും ഓരോ തിരക്കല്ലേ? തിരക്കാണ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത കുതിപ്പ് എങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്കെന്താ? മേശിരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ പെണ്ണ് വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാരും കൂടി ഇത് കാണാൻ വരുമോ? വീട് കയറി കാണുമോ? അവരെല്ലാരും കൂടെ ബാത്റൂമിൽ കയറി കാണുമ്പോ നാണക്കേട് എനിക്കല്ലേ മേശിരി? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ പെണ്ണ് കാണാൻ പോയപ്പോ എല്ലാരും കൂടെ ഒരുമിച്ചല്ലേ കണ്ടത്? അത് കഴിഞ്ഞിട്ട് നിശ്ചയത്തിന് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് കണ്ടില്ലേ? പിന്നെ ഒരുമിച്ച് എന്തിനാ എല്ലാരും കൂടെ ബാത്റൂമിൽ ചെന്ന് കയറണത്? ഞാൻ അതാണ് പറഞ്ഞത്. എല്ലാരും കൂടെ 2 ദിവസം ഇവിടെ വന്ന് നിന്ന് തന്നെ ഇരിക്കട്ടെ, അവർക്കൊന്ന് ബാത്റൂമിൽ പോകണം. ഇത് എങ്ങനെ പോകുമെന്ന് പറ. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴാണ് ഈ പരിഷ്കാരമൊക്കെ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വാഴത്തോപ്പ് കണ്ടോ, അവിടെയാണ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ. അതുപോലെ തന്നെ ദേണ്ടേ ഇല്ല കാണുന്ന മരച്ചീനി പറമ്പ് കണ്ടോ, അതൊക്കെയാണ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. നിങ്ങൾക്കത് പറയാം. രാവിലെ അവിടെ ചെന്നിരിക്കുമ്പം പാല് കൊണ്ടുപോണവൻ, പത്രം ഇടാൻ പോണവൻ, നടക്കാൻ പോണവൻ, ഇവരൊക്കെ നമ്മൾ ചെന്നിരിക്കുന്നത് കാണൂലേ? ഉദയകുമാറേ, അപ്പോഴാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഇത് മറ്റുള്ളവർ കാണുമെന്നുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയാവോ? ഒറ്റ കണ്ണടച്ചേച്ചിരിക്കണം. ഒപ്പം തന്നെ ഒരു മരച്ചിനി കമ്പ് ഇങ്ങനെ വളച്ച് പിടിച്ച് കണ്ണിന് നേരെ ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ കണ്ടാലും നമുക്ക് അവരെ കാണാൻ പറ്റൂല. അങ്ങനെയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം മാമ, ഇങ്ങനെ ഉടായിപ്പാണ്. എന്റെ വീട്ടിന്റെ പിറകെ ഒരു വേസ്റ്റ് കുഴി എടുക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പം എന്റെ നെത്ത രോമാഞ്ചം ചോര്. മേശിരി അതെന്ത് എത്ര രൂപ മേടിച്ചു വെച്ചിട്ട്? ഞാൻ ഒരു കോലിന് 4000 വെച്ച് മേടിച്ചു. അപ്പൊ എത്ര കോലെടുത്ത്? 4500. മേശിരി, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് വേണ്ടത് ഒരു വേസ്റ്റ് കുഴിയാണ്, അല്ലാതെ വീണ് ചാവള കൊക്കയല്ല. അങ്ങനെ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു കൂടിയ പൈപ്പ് ഡിർണോസ്റ്റാർ കൊണ്ടുവന്ന്, അത് എന്തിനെ കൊണ്ടുവന്ന് ഇതിന്റെ നടുക്കൂടെ ഇട്ടത് ടൈൽസിന്റെ മോളിൽ കൂടെ. എവിടെ നിന്ന് കൊണ്ടുവന്നു? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന ഡിർണോസ്റ്റാർ എന്ന് പറഞ്ഞ കമ്പനിയുടെ പൈപ്പ്. ഇത്രയും കൂടിയ പൈപ്പ് പരിയമ്പരത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് ആരെങ്കിലും കാണോ? ഇത് പാലുകാച്ചിന് വരുന്ന 10 പേര് കാണണ്ട ഈ സാധനം. അതിനല്ലേ കാലില് നീളത്തിന് അടിച്ചു വെച്ചത്. വരുന്നവര് പറയും ഡിർണോസ്റ്റാർ, ഡിർണോസ്റ്റാർ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ എന്നെ ഇവിടെ എല്ലാ പണിയും എടുത്തത്, വയറിംഗ് ഉൾപ്പെടെ നിങ്ങൾ എന്നെ ചെയ്തത്. എല്ലാ മുറിയിലും ലൈറ്റ് കത്തി കിടക്കുന്നല്ല, ഒരെണ്ണം അണയുന്നില്ലെന്ന്. ഓരോ വീടുകളിൽ കത്തണില്ലെന്നാണ് പരാതി. കത്തിയാലും പരാതി. ഞാൻ പറയാം, നമ്പർ 1 ഉടായ്പാണ്. ഉഷ ചേച്ചിയുടെ വീട്ടിലെ കക്കൂസ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെയാണ് പണിതെന്ന് മാത്രമല്ല, അതിന് വാതിൽ വെക്കാതെ അതിനകത്ത് നിന്ന് അത് കെട്ടി അടച്ചു കളഞ്ഞെന്ന്. അവസാനം വെള്ളം ഒഴിച്ചിട്ട് പൊക്കിയാണ് ഇങ്ങനെ കരക്കെടുത്തത്. അത് പോട്ടെന്ന് വെക്കാം. മധുവാമന്റെ അവിടെ ഒരു മതില് പണിത്, മതില് പണിതിട്ട് ഒരു ചുട്ടിത്തോർത്ത് കെട്ടി ഒരു മാവി പിടിച്ച് കെട്ടി വെച്ചേക്കണം ആ മതിലിന്. ഇതെന്തോന്ന് കേക്കണത്? ഇവ എന്തോ പഠിക്കുന്ന? ഇവ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഒരു കൂർക്കോളജി അല്ല. ഇവ എന്റെ പിറകെ നടന്ന് മേശിരി പട്ടം പഠിക്കാൻ നിൽക്കും. അല്ലെങ്കിൽ ഇത്രയും കുറ്റം പറയും. ഞാൻ ഒരു കാര്യം പറയാം. 2-ാം തീയതി പാല് കാച്ചി നടക്കണം. 5-ാം തീയതി എന്റെ കല്യാണമാണ്. എന്റെ പെണ്ണിനെയും കൊണ്ട് ഈ വീട്ടിലോട്ട് വന്ന് കയറണമെന്നാണ് എന്റെ ആഗ്രഹം. അത് ഒരു മിനിറ്റ്, താക്കോല് 2-ാം തീയതി കൊടുക്കണ ഞാൻ ചെറുക്ക് ദേഷ്യപ്പെടുത്താ പറയടി. അവിടെ എങ്ങനെ കല്യാണം വിളിയൊക്കെ അതുവരെ മേശിരി വീട് പണിയണ മേശിരി ഇത്. ഓ അമ്മയൊക്കെ അമ്മയോടെ പോയി. അവരല്ല മേശിരി ഇത് ഇവിടെ പണിയണം മേശിരി ഇത്. പറ പിന്നെ അവിടെ എന്തൊരു വിശേഷം? നല്ല നല്ല പെണ്ണ് തന്നെ കേട്ടോ. അതെങ്ങനെ മോശമാകും? ഞാനല്ലേ ഈ പെണ്ണിനെ സെലക്ട് ചെയ്ത് എന്റെ മോന് കൊടുത്ത തങ്കക്കുടം പോലൊരു പെണ്ണിനെ ഞാൻ ഒപ്പിച്ചു കൊടുത്തത്. ആണല്ലേ? നിങ്ങളെ കല്യാണം കഴിഞ്ഞ? ഇല്ല ഇല്ല ഇല്ല. തങ്കക്കുടമൊക്കെ ഒപ്പിച്ചു കൊടുക്കുമ്പോ മണ്ടക്കാട് പോയി ഒരു പ്ലാസ്റ്റിക് കുടമെങ്കിലും മേടിക്കാത്തത്.
എനിക്ക് മാമനാണ് പെണ്ണൊക്കെ കാണിച്ചു തന്നേക്കെ ശരി തന്നെ. പക്ഷെ പെണ്ണ് കാണുമ്പോ ഇപ്പൊ പെണ്ണിനല്ല ആദ്യം എന്നെ ഇഷ്ടപ്പെട്ടത്. പിന്നെ പെണ്ണിന്റെ മാമ ഒരു ഡാൻസർ ഉണ്ട്. ഞാൻ ചെന്ന് കരുതും മാമൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് മാമൻ പറയണ്, മോനെ നിന്റെ ഡമിയോ ഗിർ സൂപ്പർ ആണെന്ന്. ഇതെന്തോന്ന് കുടുംബം ഇത്? ഒരു പെണ്ണ് കാണാൻ ചെല്ലപ്പോ പെണ്ണ് പറയണം ഡമ്മിയോ ഗിർ ഇഷ്ടമാണെന്ന്. ഇത് അമ്മാവൻ ഡമ്മിയോ ഗിർ ഇഷ്ടം എന്ന് പറയുന്നത് എന്തോന്ന് കുടുംബം? അതെന്തോന്ന് കുടുംബം? വേറൊന്നുമില്ല, കൊച്ചിയിലെ ഞാൻ അവന്റെ ഡെമോഗർ കണ്ടിട്ടുണ്ട്. ഡമ്മിയോ ഗിർ നിങ്ങൾ കണ്ടിട്ടില്ല? അപ്പോഴും പറഞ്ഞു വിലക്കണമായിരുന്നു നിങ്ങൾ ഈ ഡമ്മിയോ ഗിർ പറഞ്ഞു വിലക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ? ഇങ്ങനെ എന്തോന്ന് പറയുന്നത്? അത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റീൽസ് എന്ന് ഞാൻ ചെയ്തത്. ഡമിയോ ഗിർ ഡമിയോ ഗിർ ദും ടക് ട. ആ സാധനം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. വേറൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരെ ട്രെൻഡാണ് പെണ്ണ് കാണാൻ റീൽസ് കാണിക്കുന്നത്. പണ്ടാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എന്റെ ചേട്ടൻ പെണ്ണ് കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഈ പെണ്ണിന്റെ അമ്മാവൻ പറയണം, ഒരു വലിയൊരു പുളിമുട്ട എടുത്തിട്ട് കൊടുത്ത് പറഞ്ഞു, ഇത് കീറി കഴിഞ്ഞാൽ നിനക്ക് പെണ്ണ് ഓക്കെ എന്ന് പറഞ്ഞു. എന്നിട്ട് പെണ്ണ് കിട്ടിയാ? പെണ്ണ് കിട്ടിയില്ല, ആ വെറുതെ പൈസ കിട്ടി. അതെന്തോന്ന് സംഭവം? അല്ല അങ്ങനെയാണ് സംഭവം. നമ്മളെ കല്യാണം എവിടെ ആവുമ്പോ ഏത് മണ്ഡപത്തിലാവും? നമ്മളാ രുദ്ര ആഴ്ച കല്യാണം കേട്ടോ. രുദ്രാറ്റൂരത്തിലാണ് കല്യാണം നടക്കുന്നത്. രുദ്രാറ്റൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അടിത്തറ കിട്ടിയത് ആരാന്നറിയോ? ഞാനാ. അവസാനം മകുടം വരെ പണിഞ്ഞത് ആരാ? ഈ നീലാണ്ടമേശ്വരിയാ. കല്യാണ മണ്ഡപം മാറ്റിയേ പറ്റൂ. കല്യാണ മണ്ഡപം മാറ്റണം. നീ അവിടെ വെച്ച് താലി കെട്ടാൻ എന്നെ കൊണ്ട് പറ്റൂല. ഞാൻ താലി കെട്ടുന്ന സമയത്ത് നാദസ്വരക്കാരെ ഒരു ഊത്തൂതിയ അതിന്റെ പ്രഷറിൽ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പൊളിച്ച് താഴെ അതുകൊണ്ട് മണ്ഡപം മാറ്റം. പിന്നെ ഒരു കാര്യം, നിങ്ങൾ തന്നെ പാരപ്പറ്റ് തേച്ചിട്ടത്. പാരപ്പറ്റ് തേച്ചല്ലോ. ടാങ്കിൽ നിന്ന് വെള്ളം എടുത്ത് ഒഴിക്കാൻ പോയപ്പോ ടാങ്കിൽ ഒരു തുള്ളി വെള്ളമില്ല. എന്ത് വാട്ടർ ടാങ്കിൽ വെള്ളമില്ലാത്തത്? ശരിയാ, എത്ര മാസം ഇവിടെ പണി തുടങ്ങിയിട്ട് ഇന്നത്തെ ടാങ്കിൽ വെള്ളം കയറത്തെന്ത് വെച്ചിരി? ഒരു നോണ താ എന്തോന്ന്? ഒരു പണി താ. സംഭവം വേറൊന്നുമല്ല. സിട്രോ പിട്രോ എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ മേടിച്ചില്ല. ഈ മോട്ടറിൽ ഫിറ്റ് ചെയ്യണ സിട്രോ പിട്രോ ഇല്ല. വാട്ടർ ടാങ്കില് സിട്രോ പിട്രോ ഇല്ല. ഇത് ഫിറ്റ് ചെയ്യണ വാട്ടർ ടാങ്കില് അതിന്റെ പൈസ തന്നേല് നിങ്ങൾ അത് വാങ്ങിക്കാത്തത്? അവിടെ സ്റ്റോക്ക് ഇല്ല സിട്രോ പിട്രോ. അല്ലെ സിട്രോ പിട്രോടുള്ള ഗുണം എന്താന്ന് പറ. ഈ സിട്രോ പിട്രോ അല്ലേ വെള്ളം അടിച്ച് മുകളിൽ ടാങ്കിലേക്ക് കയറ്റുന്നത്. വെള്ളം തിരിച്ചിറക്കണേതാ? സിട്രോ ഏതെന്ന് അറിഞ്ഞുകൂടാതെ നമ്മള് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കൂലേ? ഇത് രണ്ട് സാധനമാണ്. ഞാൻ കണ്ടിട്ടില്ല, ഗൂഗിളിലും നോക്കാം. ഗൂഗിൾ സിട്രോ പിട്രോ. അയ്യ യവമാർക്ക് എപ്പോഴും ഇതേ ഉള്ള പടം അയച്ചു തന്നേക്കണ്. പിന്നെ എന്റെ ഒരു കൂട്ടുകാരുണ്ട് അമ്പാടി പ്രദീപ്, അവനെ വിളിച്ച് ഞാൻ ചോദിക്കാം. അവൻ ഇവിടുത്തെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ? അവരെയൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ചുമ്മാ ആര് അമ്പാടി സ്റ്റോക്ക് വരുമെന്ന് അപ്പോഴും പോരെ. ഇല്ലല്ലോ അമ്പാടി കിട്ടട്ടെന്ന് ഒരു കണക്കിന് ജീവിക്കാൻ സമ്മതിക്കുന്നു. അമ്പാടി പ്രദീപ് എടാ എവിടെയുണ്ട്? എടാ എന്റെ വീട് പണി നടക്കുകയാണ്. അപ്പൊ പ്ലംബിംഗ് ഒരു സിട്രോ പിട്രോ. ശരി മാമ. അമ്പാടി പ്രദീപിനെ ഞാൻ വിളിച്ചു. അമ്പാടി പ്രദീപ് എന്റെ അടുത്ത് പറഞ്ഞെന്തറിയാമോ? സിട്രോ പിട്രോ എന്നൊരു സാധനം ഉണ്ട്, അതിന് 6000 രൂപയാണെന്ന്. 6000 രൂപ? 6000 രൂപ എന്നതിന് 6000? ഓ 650 രൂപയുടെ സാധനമാണ് 6000 രൂപ. ആര് പറഞ്ഞ സാധനം? ഈ തങ്കപ്പെട്ട മനുഷ്യൻ നീ എന്താ നീ പറഞ്ഞത്? നിന്റെ കൂട്ടുകാരനാണ് നിന്നെ പറ്റിക്കുന്നത്. പാവോ എന്റെ ഈ മേച്ചിരി, തങ്കപ്പെട്ട മേച്ചിരി ഉണ്ട് അയാള്. മേച്ചിരി പാവോ? എന്റെ പൊന്നുമാമ 40 ലക്ഷം രൂപയ്ക്ക് പണി തുടങ്ങിയ വീടാണിത്. ഇപ്പൊ എത്ര രൂപയെന്നറിയാമോ? എനിക്കതിന്റെ കണക്കറിയണം. കണക്കറിയണം. കണക്ക് പറ, എന്റെ തുണ്ടുണ്ട്. കണക്കിന് എന്തോ കുഴപ്പം? കണക്ക് പറ, എനിക്ക് കണക്ക് പറ. വീട് പണിഞ്ഞ കണക്ക് പറ. 2500 ചാക്ക് സിമന്റ്. 2500 ചാക്ക് സിമന്റ് തേച്ച ഏതൊക്കെ? തുണ്ടൊക്കെ പിന്നെ നോക്കട്ടെ പറയാം. ബാക്കി 40 ലോഡ് മണല്. 40 ലോഡ് മണല്. ദൈവം. 60 ലോഡ് ചിപ്സ്. 60 ലോഡ് ചിപ്സ്. എന്നിട്ടാണ് മേശിരി ഈ ചായ കുടിക്കുന്ന സമയത്ത് എന്നെ വട മേടിക്കാൻ പറഞ്ഞു വിട്ടത്. ആരോട് പറയാ? ചിപ്സ് എന്ന് പറഞ്ഞാൽ മറ്റേ ക്വാരി അടിക്കണം. അത് വേറെ പറ. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഗ്രാവല് ഒരു കുറച്ചുണ്ടായിരുന്നു. രാവിലെ ഒരു 2 ലോഡ് ഇറക്കി. 2 ലോഡ് ഞാൻ പ്രത്യേക. കമ്പി 25,000 കിലോ കമ്പി. 25,000 രൂപ കിലോ കമ്പി. 25,000 കിലോ കമ്പി ആയില്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ തന്നെ എത്ര രൂപയെന്നറിയാമോ? ഇനി കണക്കും കാര്യങ്ങളും ഞാൻ നോക്കിയോളാം. ഇനി എന്തെങ്കിലും വേണ്ടി വരോ? പറ. ഇനി വേണ്ടി വരും, എഴുതിക്കോ. തൽക്കാലത്തേക്ക് നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഒരു 150 ചാക്ക് സിമന്റ് എടുത്തോ. 150 ചാക്ക് സിമന്റ്. ഒരു ബംഗാളി ബീഡി. 40 ലക്ഷം രൂപയ്ക്ക് തുടങ്ങിയ വീടാണ്. 80 ലക്ഷം രൂപയായി ബഡ്ജറ്റ്. ആ ബംഗാളി ബീഡി ഞാൻ കട്ട് ചെയ്താണ്. 40 ലക്ഷം ആയില്ലേ? നമ്മളെ മാച്ചിലുകാർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ഇരട്ടിപ്പിക്കണം. വേണ്ട, ബംഗാളി വീട് വേണ്ട. ഞാൻ ഒരു കാര്യം, മാമനല്ലേ പെയിന്റിന്റെ കാര്യങ്ങൾ ചെയ്താ? ഞാൻ തുണ്ടും കൊണ്ട് വന്നത്. മേശിരി
മേശിരി പറഞ്ഞു 10 ലിറ്റർ വൈറ്റ് പെയിന്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു തന്നു. ഈ പിങ്ക് കളർ വേണമെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചു തന്നു. ഈ എന്താണ് മേശിരി ഈ ഒരുമാതിരി കളർ വേണം? ഒരുമാതിരി കളർ ആർക്കും അറിഞ്ഞൂടാ. കളർ ആർക്കും അറിഞ്ഞു? എനിക്ക് അറിഞ്ഞൂടാ. ഈ ഓടിൽ നമ്മളെ കൊടും വെയിലത്ത് കയറി ഇരുന്ന് അടിക്കണം. പെയിന്റ് അടിക്കും. പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ഈ ഓട്ടിലേക്ക് നോക്കുമ്പോ ഒരു കണ്ണ് ഒരുമാതിരിയാവും. അതാണ് ഈ ഒരുമാതിരി കളർ. ഒരുമാതിരി കളർ ആർക്കും അറിഞ്ഞൂടാ. പക്ഷെ ഇത് ഒരുമാതിരത്തെ കടയൊന്നും കിട്ടൂല. നിങ്ങൾ ഈ അതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ നോക്ക്. 5-ാം തീയതി കല്യാണമാണ്. 2-ാം തീയതി എനിക്ക് മെസ്സേജ് വന്നു കേട്ടാ. മാമ മറ്റേ മെസ്സേജ് വന്നു. മെസ്സേജ് വന്നു. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഭയങ്കര ആഗ്രഹം കല്യാണം കഴിഞ്ഞ ഹണിമൂൺ പോകണമെന്ന്. കൊണ്ടുപോകണ്ടേ? പിന്നെ ഞാൻ ഒരു ടൂർ പാക്കേജ് അങ്ങ് എടുത്തു കേട്ടാ. അത് കൊള്ളാം. അവൾ ഏറ്റവും വലിയ ആഗ്രഹമാണ് ചിറാപ്പുഞ്ചി പോയി മഴ കൊള്ളണം. അവള് പറഞ്ഞു മൂന്നാർ പോയിട്ട് തണുപ്പ് കൊള്ളണം, മണാലി പോയി മറ്റേ മഞ്ഞുരുട്ടി എറിയണം. ഒന്നും അറിഞ്ഞൂടാത്ത പെണ്ണ് പാവം. എനിക്ക് വന്നാണ് എവനാണോ ഒന്നും അറിഞ്ഞൂടാത്തത്. അവർക്ക് എല്ലാം അറിയാം. അല്ലെങ്കിൽ അവൾ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചേക്കും. പിന്നെ ഇത് ചെറിയ ബഡ്ജറ്റ് പിടിച്ചോണ്ടാണ്. അവൾ ആദ്യം പറഞ്ഞ അങ്ങനെയല്ല, നയാഗ്ര വെള്ളച്ചാട്ടം കാണണമെന്ന്. ഓ നയാഗ്ര വെള്ളച്ചാട്ടം കാണേണ്ട ഒരു കാഴ്ച കേട്ടാ. ആടിപ്പൊളിയാണ്. എത്ര ആൾക്കാർ പോയി നയാഗ്ര പോണെന്നറിയാമോ? അത് കഴിഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞ ഇന്ത്യ ഗേറ്റ് കാണണമെന്ന്. ചിലവല്ലേ അത്. ഞാൻ വന്നാണ് ഇന്ത്യ ഗേറ്റ് കാണണം. കണ്ടില്ലെങ്കിൽ ഇന്ത്യക്കാരനല്ല. ഇന്ത്യ ഗേറ്റ് എനിക്ക് തോന്നുന്നു അത് ഇരുമ്പിലാണോ അത് ഉരുക്കിലാണോ പണിഞ്ഞെന്നാണ് ഒരു സംശയം. അത് കഴിഞ്ഞിട്ട് അവൾ എന്റെ അടുത്ത് പറഞ്ഞ ആഗ്രഹം വയനാട് ബന്ദിപ്പൂര് വഴി പോകണം. അപ്പൊ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ അടുത്ത് കാണാൻ. ബന്ദിപ്പൂർ എങ്ങനെ എന്ത് രസമെന്നറിയാമോ? ഈ മൃഗങ്ങൾ ഇങ്ങനെ കാട്ടിന്റെ ഇടയിൽ കൂടെ നടക്കും. ആടിപ്പൊളി സെറ്റപ്പ് അല്ലേ ബന്ദിപ്പൂര്. ഒരു കാര്യം ചെയ്യണം. എവിടെന്നെങ്കിലും ഇച്ചിരി പൈസ ചെലവാക്കി എവനാ ഇതെല്ലാം കൊണ്ട് കാണില്ല. സത്യമാണ്. ഇല്ലെങ്കിൽ നിനക്ക് ചെവിയും തല കേട്ട് ഇവിടെ കിടക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ പറയാം. ഏതൊക്കെ പെണ്ണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെണ്ണുങ്ങൾ അടിമയാവാൻ നിൽക്കരുത്. ഇല്ല, സത്യം അടിമയാന്ന് പെണ്ണുങ്ങൾ പറയുമ്പോ നമ്മൾ അതുപോലെ അയ്യോ ചെയ്യാം അങ്ങനെ നിൽക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നീലാണ്ടം വെച്ചിട്ട് അവസ്ഥയായി പോകും. നിങ്ങളല്ലേ? ഓ എന്റെ കാര്യം തന്നെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ സ്റ്റേറിലെ ഈ കൈവരി എങ്ങനെയാണ്? ഏതടി ഉപയോഗിക്കാനാണ്? അടി ഞാൻ മറ്റേ നിലമ്പൂർ കാട്ടിലെ തേക്ക് പറഞ്ഞിട്ടുണ്ട്, ബുക്ക് ചെയ്ത്. നിലമ്പൂർ കാട്ടിലെ തേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. നിലനിൽക്കും സാധനം. ആര് പറഞ്ഞ തേക്കുള്ള നല്ല കരിവീട്ടി വെച്ച് പണിയണം. കരിവീട്ടി വേറെ ലേശം കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്. സംഭവം ശരി തന്നെ മേശരി. പക്ഷെ പെണ്ണ് വീട്ടുകാർക്ക് തേക്കിനോടാണ് അത് അവര് പറഞ്ഞ നീണ്ടു നിൽക്കുന്ന. അത് മാനിക്കണം. അത് കേൾക്കേണ്ട ആവശ്യം. നമ്മൾ കരിവീട്ടി വെച്ച് പണി കഴിഞ്ഞാൽ കിടിലമായിരിക്കും, അടിപൊളിയായിരിക്കും. അല്ല മാമ, ഞാൻ എന്റെ പൈസയും കൂടെ കൊടുത്തല്ലേ മാമ ഇത് ചെയ്യണം. അപ്പൊ എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് കാര്യം നിന്റെ പൈസ കരിവീട്ടി വെച്ച് പണി കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്ന അടിപൊളിയാണ്. നമ്മളെ മുഖം കാണാൻ കണ്ണാടി പോലെയാണ് കിടക്കുന്നത്. കരിവീട്ടി വെച്ച് ഈ വീട്ടിൽ പണിഞ്ഞാൽ മതി. വേറെ ഒന്നുമല്ല. കരിവീട്ടി അല്ലാതെ തേക്ക് ഇതിനകത്ത് കേറ്റാൻ ഞാൻ സമ്മതിക്കൂല. നിനക്കെന്താ കാല ഞാൻ ഇവിടെ തേക്ക് വെച്ച കരിവീട്ടി വെക്കാൻ പറ്റാത്ത കാര്യം എന്താ? നീ അല്പം പൈസ ഇട്ടാ നിനക്ക് കരിവീട്ടി വെച്ചോടാ. എന്റെ പണം എടുത്താ ഞാൻ എന്റെ പണം കൊണ്ട് കരിവീട്ടി വെച്ചാൽ നിനക്ക് കുഴപ്പം തരാം. നിനക്ക് എന്താ എന്റെ വീട് തേക്ക് നിന്റെ പെണ്ണിന്റെ ഒരു നിമിഷം. രാജി സാർ വിളിക്കുന്ന പോലീസുകാരനാണ്. പുള്ളിയുടെ വീട്ടിൽ പണി നടക്കാണ്. ആ സാറേ, ഓ നമുക്ക് 2-ാം തീയതി പാല് വെച്ചാ അത് വേറെ വിഷയമില്ല. ഓ ഇവിടെ ഒരു ദൈവവും പുത്രനും തമ്മിൽ അടി നടക്കുന്നു. ഓ ഞാൻ വിളിക്കാം വേറെ പ്രശ്നമില്ല, നമുക്ക് സംസാരിക്കാം. ഓക്കെ നടക്കട്ടെ. പിന്നെ ഇയാൾ എന്റെ മാമനൊന്നും അല്ലേട്ടാ. ഈ ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ഉള്ള സത്യം പറയാം. ഇയാൾ എന്റെ മാമനല്ല, വലിഞ്ഞു കയറി വന്നൊരു ബന്ധമാണ്. വലിഞ്ഞു കയറി വന്ന ബന്ധം. എടാ ഇവിടെ പണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടിപ്പ് പട്ടി ഉണ്ടായിരുന്നാടാ. അറിയാം. ആ പട്ടി എന്നെ കടിച്ചറിയാമോ? അതിന് വേണ്ടി പൊക്കിന് ചുറ്റി ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത കണ്ട. 20 കൊല്ലം മുമ്പാണ് സംഭവിച്ചറിയാമോ? ഞാൻ വലിഞ്ഞു കയറി വന്നോന്ന് ഞാൻ. ശരി, പല ടൈപ്പ് ബന്ധം സ്ഥാപിക്കണം ഞാൻ കണ്ടു. പൊക്കള് കാണിച്ച ഒരാളെ ബന്ധം സ്ഥാപിക്കണം ഞാൻ ആദ്യമായിട്ട് കാണും. എന്താ എനിക്ക് എവന്റെ വായിരിക്കുന്ന കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കോടീശ്വരനാണ്. കോടീശ്വരൻ തേങ്ങയാണ്. തലയിൽ ഡൈ അടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ആരും ഇല്ലാത്ത അമ്പലത്തിന്റെ കൽവിളക്കിൽ ചെന്ന് തലയിട്ട് ഉരച്ച് കറുപ്പിച്ച മോനാണ്. കളിയാക്കരുത് കേട്ടാ മേശരി. എനിക്ക് അന്തസ്സുള്ള ഒരു പണി അറിയാമോ? ഞാൻ KSRTC ഡ്രൈവർ ആയിരുന്നു. ഇതില്ലാത്തപ്പോ എന്താ പണി? ഇതില്ലാത്തപ്പോ പിന്നെ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്, പിന്നെ ഇത് കാണിക്കും. ഇതൊന്നും ഇല്ലാത്തപ്പോ എന്താ വർക്കെന്ന് ചോദിച്ചതാ. പിന്നെ വേറൊന്നുണ്ട്. എന്താ? അതുണ്ട്. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. എന്താണ്? ഈ KSRTC എനിക്ക് പെൻഷൻ തരുന്നില്ല. KSRTC പെൻഷൻ കൊടുക്കൂല. ശരി, ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ ഈ കുഗ്രാമത്തിൽ വസ്തു വാങ്ങിക്കണ്ട, വീട് വെക്കണ്ട, സിറ്റിയിൽ ഒരു നല്ല ഫ്ലാറ്റ് എടുക്കാൻ. അങ്ങേർക്കല്ലേ വിഷമം? സിറ്റിയിൽ ഫ്ലാറ്റ് എടുത്താൽ അവിടെ അല്ലേ നല്ല രസം. അവൻ മനഃപൂർവ്വം സിറ്റി എടുക്കാൻ പോവേന്ന്. കാരണം ഇവനറിയാം എനിക്ക് ഒപ്പിടാൻ അറിഞ്ഞൂടെന്ന്. ഇവനെ കാണണമെങ്കിൽ സെക്യൂരിറ്റിക്ക് ഒപ്പിട്ട് കൊടുക്കട്ടെ. അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ് അവൻ. ഓ അത് ചേടാ യവനെ. ഞാൻ പ്ലാവിൽ കയറി ഒരു ചക്ക ഇട്ടപ്പോഴത്തേക്കാണ് എന്റെ പെങ്ങൾ അവനെ പെറ്റത്. അതായിരിക്കും അമ്മച്ചി പ്ലാവ്. അപ്പൊ അതെന്തായാലും ഏറ്റ് സംഭവം. ഒരു മിനിറ്റ്, ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് വിളിക്കണം. മിണ്ടല്ലേ? ഓ ഹലോ എടി, നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെ ചെയ്യാം. അല്ല എന്തോ നീ
പെണ്ണൊളിച്ചോടി പോയല്ലേ? അത് അങ്ങനെ പറഞ്ഞ സാധാരണ കല്യാണം ചേർക്കുള്ള എല്ലാ സ്കിറ്റിലും അങ്ങനെയാണ്, പെണ്ണ് ഒളിച്ചോടി പോകും. അതല്ലെന്ന് പെണ്ണ് പറയണ അവക്ക് ഈ കുഗ്രാമത്തിൽ വന്ന് താമസിക്കാൻ പറ്റൂല, അതുകൊണ്ട് സിറ്റിയിൽ വലിയൊരു വീടെടുക്കണമെന്ന്. അപ്പൊ അതിനൊരു പുതുമ ഉണ്ട് കേട്ടോ. അപ്പൊ പണി കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അല്ല മേശിനെ കെട്ടുപോണ്. അല്ല, ബാത്റൂമിന്റെ ബാക്കി പണി നടക്കണം. ബാത്റൂമിന് പണിയണ്ട, പിന്നെ അടുക്കളക്കാരി പാചകം ചെയ്ത ഒരു പെണ്ണിലേക്ക് പിന്നെ ബാത്റൂം എന്തിനു മേച്ചിരി? അവിടെ വിളക്ക് കത്തിച്ച് വെയ്യ മേച്ചിരിയും കാട്ട് മാമി മാമി